ആവേശകരമായ മത്സരമാണ് ടെലിവിഷൻ താരങ്ങളുടെ ക്രിക്കറ്റ് ടീമായ ആത്മാ കേരള ഹീറോസും ഗായകരുടെ ടീമായ കൊച്ചിൻ മ്യൂസിക്കൽ ചലഞ്ചേഴ്സും തമ്മിൽ നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 79 റൺസിനാണ് ആത്മാ കേരള ഹീറോസ് വിജയിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ആത്മാ കേരള ഹീറോസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. ഓപ്പണർമാരായ ജയനാരായണനും സുമേഷും ചേർന്ന് 113 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. സുമേഷ് 43 പന്തിൽ നിന്ന് 70 റൺസും ജയനാരായണൻ 37 റൺസും നേടി പുറത്തായി. രജിത് രാജ് 24 പന്തിൽ നിന്ന് 46 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊച്ചിൻ മ്യൂസിക്കൽ ചലഞ്ചേഴ്സിന്റെ ഇന്നിംഗ്സ് 15.2 ഓവറിൽ 117 റൺസിന് അവസാനിച്ചു. 26 റൺസ് നേടിയ റഫീഖാണ് കൊച്ചിൻ മ്യൂസിക്കൽ ചലഞ്ചേഴ്സിന്റെ ടോപ്പ് സ്കോറർ. മാൻ ഓഫ് ദ മാച്ചായി ആത്മാ ഹീറോസിന്റെ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ സുമേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാറ്റ്സ്മാനുള്ള പുരസ്കാരവും സുമേഷ് നേടി. തീർച്ചയായിട്ടും ആത്മയുടെ ലോഞ്ചിങ് മാച്ച് എന്നുള്ളൊരു ഇതിൽ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു ഇങ്ങനെ ടീം ഫോം ചെയ്യുക എന്നുള്ളതും ഇങ്ങനെ ഒരു കളി കളിക്കുക എന്നുള്ളതും. അതിൽ ആദ്യത്തെ കളിയിൽ തന്നെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ മാൻ ഓഫ് ദി മാച്ച് കിട്ടുകയും ചെയ്തു. അത് വളരെ സന്തോഷമുണ്ട്. ദൈവാദിനം. ആത്മാ കേരള ഹീറോസിന്റെ സന്തോഷ് കെ ആണ് മികച്ച ബൌളർ. കൊച്ചിൻ മ്യൂസിക്കൽ ചലഞ്ചേഴ്സിന്റെ സുജിത് കുര്യനാണ് മികച്ച ഫീൽഡർ. കിഷോർ സത്യയാണ് ആത്മാ കേരള ഹീറോസിന്റെ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും ഇതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം ആത്മാ കേരള ഹീറോസ് എന്ന് പറയുന്ന ഒരു ടീം അതിന്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചായിരുന്നു. കാരണം ഒറ്റ കാര്യമുള്ളൂ, കാരണം എല്ലാം തിരക്കുള്ള നടന്മാരാകുമ്പോൾ ഇത്രയും ഒരു ക്രിക്കറ്റ് മത്സരം വേണമെങ്കിൽ മിനിമം 11 പേര് വേണം. ഈ 11 പേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് കളിക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ആ ടാസ്ക് പൂർത്തീകരിക്കാൻ ഏതാണ്ട് 6 മാസങ്ങളോളം എടുത്തു. പക്ഷേ അതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു പഴയകാല ക്രിക്കറ്റിനോട് താല്പര്യം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു മാച്ച് നമുക്ക് ഇന്ന് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ നല്ല വിജയമായിരുന്നു. ഒരു 20 മത്സരത്തിൽ കിട്ടാവുന്ന നല്ല സ്കോർ 133 റൺസ് നമ്മൾ സ്കോർ ചെയ്തു. അതിൽ എതിർ ടീമിനെ നമുക്ക് ഓൾ ഔട്ട് ആക്കാൻ പറ്റി. ഏതാണ്ട് 76 റൺസിന് മാർജിനിൽ ജയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. ഐ എം സോ ഹാപ്പി. രമേശ് ബാബുവാണ് കൊച്ചിൻ മ്യൂസിക്കൽ ചലഞ്ചേഴ്സിനെ നയിച്ചത്. ഇങ്ങനെ ഒരു കളി പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചില്ല ഞങ്ങൾ കളി നടക്കുമെന്നുള്ള കാര്യത്തിൽ. ആദ്യം ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നിരുന്നെങ്കിലും ഞങ്ങൾ ഭയങ്കര ത്രില്ലായിട്ടാണ് അവിടെ നിന്ന് വന്നത്. കാരണം സീരിയൽ താരങ്ങളുടെ ഒരു ഫസ്റ്റ് മാച്ച്, ആത്മാ ഹീറോസിൻ്റെ ഫസ്റ്റ് മാച്ച് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഒരു ത്രില്ല് ഞങ്ങൾ ശരിക്കും എൻജോയ് എന്ന് തന്നെ പറയാം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇന്ന് കളി തോറ്റു. അത് സ്വാഭാവികം, ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ. നല്ലതായിട്ട് ആത്മാ ഹീറോസിൽ എല്ലാവരും നന്നായി കളിച്ചു. നല്ലൊരു ടോട്ടൽ അവരെടുത്തുകൊണ്ടും തീർച്ചയായിട്ടും അത് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോട്ടൽ തന്നെയാണ്. 196 എന്ന് പറഞ്ഞാൽ 2020 ചേസ് ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫാണ്. അപ്പോൾ നല്ലൊരു പ്ലേ അവർ കളിച്ചു. ഞങ്ങളത് ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. സ്വാഭാവികം, കളിയിൽ അങ്ങനെ ഇത് വന്നുവെങ്കിലും ഞങ്ങളത് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു കളി ഇവിടെ കളിക്കാൻ പറ്റിയതിൽ. എല്ലാവരോടും താങ്ക്സ്. ജയ്ഹിന്ദ് ടിവിയോടും ഞങ്ങളെ ഹൃദയം നിറയെ നന്ദി അറിയിക്കാൻ. ആത്മാ കേരള ഹീറോസ് കേരളത്തിനുള്ളിലും വിദേശത്തുമായി വരുന്ന മാസങ്ങളിൽ നിരവധി മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ടീം മാനേജർ ദിനേശ് പണിക്കർ പറഞ്ഞു. ആത്മാ കേരള ഹീറോസ് വീണ്ടും മാത്രമല്ല ക്രിക്കറ്റ് ഹീറോസ് സോ ലെറ്റ് us be heroes in real life again. ഇതിന്റെ നമ്മുടെ ഹീറോസ് ആക്കാനായിട്ട് നമ്മളെ ഒരു വിധത്തിൽ സഹായിച്ചത് അവരൊരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടാണ്. അപ്പോൾ അവരോടും എല്ലാ വിധത്തിലോടും നന്ദി നമ്മളോട് രേഖപ്പെടുത്തുന്നു. രംഗനാഥനാണ് ആത്മാ ടീമിന്റെ പരിശീലകൻ. മുൻ സ്പോർട്സ് മന്ത്രി KB ഗണേഷ് കുമാർ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.